കൈതയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് ആശാ ശരത്ത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബെൻസി നാസർ നിർമ്മിച്ച് പ്രമുഖ സംവിധായകൻ മനോജ് ഖാന സംവിധാനം ചെയ്ത സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രമായിരുന്നു ഖദ. ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായിരുന്നെങ്കിലും OTT റിലീസിൽ സിനിമാ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആശാ ശരത്തിനൊപ്പം മകൾ ഉത്തര ശരത്തും സുധീർ കരമനയും സുദേവ് നായരുമൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയുടെ കഥ പെട്ടെന്ന് തന്നെ OTTയിൽ ശ്രദ്ധിക്കപ്പെട്ടു. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമെന്ന നിലയിൽ കൂടിയാണ് ചിത്രം ശ്രദ്ധ നേടിയത്. കൗമാരക്കാരിയായ തന്റെ മകളുടെ കാമുകനുമായി അമ്മ പ്രണയത്തിലാവുന്നതാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. കാട്ടാനകളെ കുരുക്കാൻ കാട്ടിൽ ഒരുക്കുന്ന കെണിയാണ് ഖദ. ഇന്റർനെറ്റ് കാലത്ത് മനുഷ്യർ നേരിടുന്ന കുരുക്കുകളെക്കുറിച്ച് പറയുന്ന സിനിമയാണിത്. ഇപ്പോഴത്തെ തന്റെ ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് നടി ആശാ ശരത്ത്. ഒരു അഭിമുഖത്തിലാണ് ആശാ ശരത്തിന്റെ പ്രതികരണം. കഥയിലെ അമ്മ എങ്ങനെയാകും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു താരം. ദൃശ്യത്തിലെ അമ്മ ഗീതാ പ്രഭാകറിൽ നിന്നുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് ആശാ ശരത്ത് തുടങ്ങുന്നത്. ദൃശ്യത്തിലെ ഗീതാ പ്രഭാകർ ജീവിച്ചിരുന്ന ഒരാളല്ല, ജിത്തു സാറിന്റെ ഭാവനയിലുണ്ടായിരുന്ന അമ്മയാണ്. കഥയിലെ അമ്മ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, അതാണ് വ്യത്യാസം. ഇവർ ഇത് ചെയ്ത സ്ത്രീയാണ്, ജയിലിലായിരുന്ന സ്ത്രീയാണ്. ഒരാളുടെ ജീവിതകഥയാണ് മനോജ് ഖാന സാർ സിനിമയാക്കിയത്. എങ്ങനെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ അമ്മമാർ ഈ ലോകത്തുണ്ട്, ആശാ ശരത്ത് പറയുന്നു. മിനിഞ്ഞാന്ന് കൂടി അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുള്ള സ്ഥലമാണ്, അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരു പ്രണയം എന്ന് പറയുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്ന രീതിയിലൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതം വരച്ചു കാണിക്കുകയാണ് മനോജ് ഖാന സാർ ചെയ്തത്. ഞാൻ ചെയ്തത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ കഥാപാത്രമാണ് എന്നെ ഹോണ്ട് ചെയ്തത്. എങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എന്നിലെ അമ്മയ്ക്ക് സഹിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കുഞ്ഞിനൊരു പനി വന്നാൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മയാണ് സത്യം പറഞ്ഞാൽ ഞാൻ. എങ്ങനെ ആ അമ്മ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, ആശാ ശരത്ത് പറയുന്നു. മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ദുരന്തമുഖമാണ് ചിത്രം കാണിക്കുന്നത്. ഫോൺ കണിയിലൂടെ ഒരു കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തം അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയോടെയാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നും സംവിധായകൻ പറഞ്ഞു. സ്ത്രീകളും പെൺകുട്ടികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ന കെണിയിൽ പെടുകയാണ്. അത്തരം സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് കഥയുടെ ഇതിവൃത്തമെന്നും സംവിധായകൻ മനോജ് ഖാന മുമ്പ് പറഞ്ഞിരുന്നു. എഴുപുന്ന, എരമല്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിലായിരുന്നു കഥയുടെ ചിത്രീകരണം.